ഞാനൊരു നാലാമത്തെ ഭാര്യ മാത്രമാണ്. ഉമ്മൻചാണ്ടി 3 വിവാഹം നേരത്തെ കഴിച്ചു. ഒന്ന് പുതുപ്പള്ളി ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ, രണ്ടാമതിരിക്കുന്ന മലയാളികളുടെ സമൂഹത്തിൻ്റെ ഒരു കുറേ പേര് ഇവിടെ ഉണ്ട്. മൂന്നാമത് കോൺഗ്രസ് പാർട്ടി, അതിലും ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു നാലാമത്തെ ഭാര്യ, 4ാം ഭാര്യയാണ് ഞാൻ. പക്ഷേ ഒരുപാട് വേദനകളും കഷ്ടതകളും ഒക്കെ. ഇത് 1ാം ഭാര്യ, മറ്റതെല്ലാം 2, 3, 4. അത് സ്പീക്കറുടെ റൂളിംഗ് ആണ്, ഇനി മാറ്റമില്ല. ഫവാസ്, ജനകീയനായിട്ടുള്ളൊരു നേതാവിനൊരിക്കലും തൻ്റെ കുടുംബത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള മറിയാമ്മ ഉമ്മൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, 4ാം ഭാര്യ മാത്രമാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ. ആദ്യത്തെ 3 വിവാഹം അദ്ദേഹം കഴിച്ചിരുന്നു. ഒന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങളെ, പിന്നെ മലയാളക്കരയെ മുഴുവനായിട്ട്, പിന്നെ കോൺഗ്രസ് പാർട്ടി. ആ 3 ഭാര്യമാർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി 4ാം ഭാര്യയായിട്ടുള്ള തനിക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വേദന പോലെ പറഞ്ഞു വെക്കുന്നത്. അത് തമാശ രൂപേണ പറയുന്നതാണെങ്കിലും ഒരുപക്ഷെ അവർ ആ ഒരു ജനനായകൻ്റെ കൂടെ ജീവിച്ച സമയത്ത് അവരെക്കാളും പ്രയോറിറ്റി നമുക്കറിയാം, ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നു. ജനങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും ഇടയിലുണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് തന്നെ പിണറായി വിജയൻ CM ആയിരുന്ന കാലയളവും ഉമ്മൻചാണ്ടിയുടെ ഒരു കാലയളവും തമ്മിലാണ്. ജനസമ്പർക്ക യാത്രയും നവകേരള യാത്രയും തമ്മിലാണ്. ജനസമ്പർക്ക യാത്രയ്ക്കിടയിൽ ജനങ്ങളുടെ ഇടയിലിരുന്ന്, വെയിലത്ത് ചെറിയൊരു കസേരയിലിരുന്ന് അപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആരെയും പേടിക്കാതെ ജനങ്ങൾക്ക് ഇടയിൽ ഒരുവനായിട്ട് തന്നെ നിന്നിരുന്ന ഉമ്മൻചാണ്ടിയും, ഇപ്പുറത്ത് നവകേരള യാത്രയിൽ മുതലാളിമാരുടെ വീട്ടിൽ നിന്ന് മാത്രം പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്ന, ഒന്ന് കാണണമെങ്കിൽ പോലും ഒരുപാട് സെക്യൂരിറ്റി വിങ്ങിൻ്റെ അകത്തേക്ക് കയറി ചെല്ലേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ, അത്തരത്തിലുള്ള 2 നേതാക്കന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറിയാമ്മ ഉമ്മൻ്റെ വാക്കുകൾ അങ്ങേയറ്റം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ ഒന്നാമത് എനിക്ക് തോന്നിയ കാര്യം, ഒരിക്കലും പിണറായി വിജയനും വൈകാണ്ട് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയെ കമ്പയർ നമുക്ക് ആർക്കും പാടില്ല. അദ്ദേഹത്തിനോട് നമുക്ക് വേറെ വല്ല മുൻകഴിഞ്ഞ മുഖ്യമന്ത്രിയോട് EMSനെയോ VSനെയും പാടില്ല. അതിനും അപ്പുറത്തോട് വല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ വെച്ച് നമുക്ക് കമ്പയർ, കരുണാകരനെയോ അവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയനോട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യത്തിന് കിടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 4ാമത്തെ ഭാര്യ മാത്രമായിട്ടാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത്. കാരണം ഉമ്മൻചാണ്ടിൻ്റെ വീടിൻ്റെ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടുള്ളായിരുന്നു. ചാണ്ടി ഉമ്മനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പ എപ്പോഴും വീട് തുറന്നിടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. ഇപ്പം ഈ പറഞ്ഞ പോലെ അന്ന് വലിയ തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു 2018 പ്രളയത്തിൻ്റെ കാലത്തേറ്റേ ഉള്ളൂ, മഴയും ഇതൊക്കെ വന്നപ്പോൾ മൊബൈലില്ലാത്ത സമയത്ത് വരെ, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല എന്താണെന്നുള്ളത്, ഒരു കുട്ടി വിളിച്ചിട്ട് എനിക്ക് മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ കുട്ടിയുടെ പേര് ചോദിക്കുന്നു, സ്കൂൾ ചോദിക്കുന്നു, പഠിക്കുന്നില്ല ചോദിക്കുന്നു. തൊട്ട് പിറ്റേ ദിവസം ആ കുട്ടിയുടെ വീട്ടിലോട്ട് മൊബൈൽ എത്തുന്നു ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പക്ക് നിറവേറ്റി കൊടുക്കുന്ന നേതാവാണ്. മാത്രമല്ല ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അപ്പം അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ കയറി ചെല്ലാം എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസിൻ്റെ മാത്രമല്ല, ലീഗിൻ്റെയും UDFിനുള്ളിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പല ഗ്രൂപ്പുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ പല മുന്നണികളുണ്ട്. അപ്പോൾ വിശാലമായ മുന്നണികളിൽ പലപ്പോഴും പലതരത്തിലുള്ള അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മധ്യസ്ഥത വഹിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് ആർക്കും ഒരു വാക്കുണ്ടായിരുന്നില്ല. ഈവൻ ഈ പറഞ്ഞ പോലെ മാണിസാറ് മരിക്കുന്നതിന് മുമ്പടക്കം പറഞ്ഞായിരുന്നു, എനിക്ക് രാഷ്ട്രീയത്തിൽ ആരും അത്ര വിശ്വാസമുള്ള 2 നേതാക്കന്മാരിൽ ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും 2 ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയാണെന്നുള്ളത്. ഇവർ പറഞ്ഞ വാക്കായിരിക്കും പാലിക്കുക, അതിനപ്പുറത്തോട്ട് അവർ പോവില്ല എന്നുള്ളത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വിഷയം എങ്ങനെ കാണുന്നത്, അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. 1ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും പുതുപ്പള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൂ പുതുപ്പള്ളിക്കുള്ള പുറത്ത് ജനങ്ങൾ അദ്ദേഹത്തിന് വരുന്നുള്ളൂ. അപ്പം എന്ത് കാര്യത്തിലും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 50 വർഷം അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നാണ് കാൻഡിഡേറ്റ് ആയി നിന്നതും അവിടുന്ന് ജയിച്ചതും. ഇന്നേ വരെ തോൽവി എന്താ പറയുക രുചിച്ചിട്ടില്ല അദ്ദേഹം. അപ്പം ഇത്തരത്തിലുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. കാരണം കഴിഞ്ഞ 9 വർഷം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പ്രതിനിധിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര വർഷമായി അദ്ദേഹം നിൽക്കുന്നത്. 27ാമത്തെ വയസ്സിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നോക്കുന്നത്. ആദ്യമായിട്ട് MLA ആവുന്നത് 27ാം വയസ്സിലാണ്. ഈ പറഞ്ഞ പോലെ KSUവിലൂടെയും പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെയും പിന്നീട് കോൺഗ്രസിലൂടെയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയാവുന്നു. ആദ്യത്തെ ടൈമിൽ ഈ പറഞ്ഞ പോലെ വെറും 2 വർഷമാണ് നിൽക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ 2011 മുതൽ 16 വരെ മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷമാണ് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട്. അപ്പോൾ ആ ഒരു 10 വർഷത്തെ ആ ഒരു 5 വർഷത്തെ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ ആ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. യൂട്യൂബിലൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രാപ്പകലില്ലാണ്ട് പുലർച്ചെ 5 മണി വരെ ഇരുന്ന് ഇരിപ്പിൽ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം എവിടെയെങ്കിലും പോയി കടന്നുറങ്ങുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ മഞ്ഞൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു മുണ്ടോ ടോവൽ എന്തെങ്കിലും തലയിൽ കെട്ടിയിട്ട് വീണ്ടും അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ചെയ്തു, അവിടെ ഒപ്പിട്ട് കൊടുക്കുക. അപ്പൊക്കെ ആ പ്രശ്നമെല്ലാം സോൾവ് ആക്കുന്നു.
അതിനെതിരെ അദ്ദേഹത്തിന് രൂക്ഷമായ വിമർശനം പലപ്പോഴും CPM ഭാഗത്തുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല ഇതൊന്നും, ഇതൊക്കെ പഞ്ചായത്തിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോടതിയിലൊക്കെ പോയിട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളതും, ഇത് മുഖ്യമന്ത്രിയുടെ വില കളഞ്ഞുകൊണ്ടുള്ള, മുഖ്യമന്ത്രി തരം താഴ്ന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലോട്ടാണ് പോകുന്നത് എന്നുള്ളതും, ഇതൊന്നും അല്ല ഒരു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതും അവർ പറഞ്ഞു ശരിയായിരുന്നു. അത് കേരളം പിന്നീട് ഈ പറഞ്ഞ പോലെ 10 വർഷം ഒരാളെ കയറ്റി കഴിഞ്ഞപ്പോൾ കേരളത്തിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ആരായിരുന്നു ജനനേതാവ് എന്നുള്ളതും, ജനപക്ഷത്ത് നിന്നത് ആരായിരുന്നു എന്നുള്ളതും, ജനങ്ങളുടെ പ്രതിനിധി ആരായിരുന്നു എന്നുള്ളതും പിന്നീട് കാണിച്ചു കൊടുത്തതായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഉറപ്പായിട്ടും ഉമ്മൻചാണ്ടിക്ക് പകരം ഇപ്പോൾ ആദ്യ തുടക്കത്തിൽ തന്നെ ഞാൻ പിണറായി വിജയനുമായിട്ട് താരതമ്യം ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ തട്ടുമായിട്ട് ഒരിക്കലും അദ്ദേഹം ഒപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളം കണ്ട കേരളത്തിലേക്ക് എൻ്റെ ജനനേതാവായിട്ട് വന്നത് അല്ലെങ്കിൽ CM ആയിട്ട് വന്ന ആളായതുകൊണ്ടാണ്. അതിന് മുൻ വർഷവും ഈ വർഷവും കൂടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു വ്യത്യാസം വെച്ചിട്ടാണ് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനോടൊപ്പം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് പിണറായി വിജയനെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് പിണറായി വിജയൻ. അത്തരത്തിൽ അദ്ദേഹം വില കുറച്ച് കണ്ടതല്ല. പക്ഷെ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു ജനങ്ങളോട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ശരിക്കും ഈ ഉമ്മൻചാണ്ടിക്ക് പലപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണോ അതാണ് പലപ്പോഴും ഉമ്മൻചാണ്ടി. കമ്മ്യൂണിസം എന്നുള്ളത് പേരിൽ അദ്ദേഹത്തിന് ഇല്ലായിരിക്കും, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലായിരിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ ചെന്ന് ജനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട നേതാവാണ്. അത് ഉമ്മൻചാണ്ടി ആണ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഒരു റൈറ്റ് വിങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ, അല്ലെങ്കിൽ എപ്പോഴും മുതലാളിമാരുടെ കൂടെ മാത്രം യാത്ര ചെയ്യുന്ന, അവരെ വീട്ടിൽ നിന്ന് മാത്രം എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന നേതാവായിട്ടാണ് പിന്നീട് വന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് രണ്ടുപേർക്കും തിരിച്ചു വരേണ്ട സാധനമാണ്. ഒരാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ രാഷ്ട്രീയം കാണുന്നത് ഈ 2011 എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 10ാം ക്ലാസ് ആ ടൈമിലൊക്കെ ആയിരിക്കും. വലിയ പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല. പിന്നീട് 2015 ആ ടൈമിലൊക്കെ ആയിരുന്നു എൻ്റെ ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ് എത്തുന്നത്. 2017 ഞാൻ എൻ്റെ കോളേജ് അടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 15 ആ ടൈമിലെത്തുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന നേതാവായിട്ട് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ ആദ്യം വീക്ഷിക്കുന്നത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി വെച്ചിട്ടാണ്. കാരണം എനിക്ക് ബോധം, അതിന് മുമ്പ് ബോധമില്ല എന്നല്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ അതിന് ശേഷമാണ്. അന്ന് കാണുന്ന ഒരു നേതാവ് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയാണ്. പിന്നെ അതിന് മുമ്പ് കേട്ടറിവും കുറച്ചൊക്കെ അറിവുള്ളത് പിന്നെ VS കുറിച്ചൊക്കെയാണ്. അന്ന് VS മുഖ്യമന്ത്രിയാകും അങ്ങനെയൊക്കെ പരിചയമാണ്. VS പലപ്പോഴും പേര് കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നീട് VS ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി വരുന്നതും. ഉമ്മൻചാണ്ടി വന്നപ്പം അന്ന് VS പോലും പറഞ്ഞിട്ടുണ്ട്, അന്ന് പ്രതിപക്ഷ നേതാവ് VS ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയെ കൊണ്ടൊന്നും ഇത് കൂടുതൽ കാലം വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം അന്ന് ഈ സഭ 70-71 സഭയുടെ മുൻതൂക്കം, ഒരൊറ്റ സീറ്റിന്റെ പിൻബലത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 5 വർഷം പോയിട്ട് 1 വർഷം തികയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് 5 വർഷം അദ്ദേഹം തികച്ചു എന്നുള്ളതാണ്. അതിനിടയിൽ മാണിസാറുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ വന്നായിരുന്നു. പക്ഷേ ആ ഒരു ധനകാര്യ വകുപ്പ് അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി. അപ്പോൾ പാർട്ടി ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ മാണി ഒരിക്കലും ആരെ മുമ്പിലും കീഴടക്കാത്തൊരു ആളായിരുന്നു. പക്ഷെ അതേ മാണി പിന്നീട് ഈ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ മാത്രമായിരുന്നു. വേറെ ആരും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഗ്രൂപ്പിസം കോൺഗ്രസിന് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി, ഗ്രൂപ്പുകൾക്ക് അതീതമായി, മുന്നണിക്കുള്ള മറ്റ് പാർട്ടികൾക്ക് അതീതമായി ഏറ്റവും കൂടുതൽ വിശ്വസ്തനായ നേതാവ് അദ്ദേഹത്തിന്. അപ്പം ഈ പറഞ്ഞ പോലെ UDF സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ 14 ജില്ലകളിൽ ഇറങ്ങുന്ന ഒരു ജില്ലയിൽ പോലും അദ്ദേഹം നേരെ പോവാത്തില്ല ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴും യൂട്യൂബിലെ വീഡിയോ ഒക്കെ ലഭ്യമായിരിക്കും. അപ്പം ഇത്തരത്തിൽ എല്ലാ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF സംബന്ധിച്ചിടത്തോളം, ഇതിനെല്ലാത്തിനും ഉപരി അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പം എപ്പോഴും അദ്ദേഹത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അന്ന് ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വീട്ടിൽ പോലും അദ്ദേഹത്തിന് നേരെ കിട്ടാറില്ല എന്നുള്ള സംഭവം. സോളാർ വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇത്തരത്തിൽ മരണം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ആ യാത്ര എന്നുള്ളത്, എവിടെ നിന്നൊക്കെ ഭാഗത്തു നിന്നാണ് ആൾക്കാർ വന്നതെന്നുള്ളത്, റോഡ് എത്രത്തോളം ബ്ലോക്കായി എന്നുള്ളത് ഒരൊറ്റ നോക്ക് കാണാൻ വേണ്ടിയിട്ട് കേരള ജനത റോഡിൻ്റെ 2 തെരുവുകളിലും നിന്നൊരു ക്യൂ ആക്കില്ല. ഇപ്പോഴും അത് യൂട്യൂബിലും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലും ലഭ്യമാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം യാത്ര ചെയ്യുന്നതൊക്കെ ട്രെയിനിലെല്ലാം സാധാരണ ഒരു മനുഷ്യൻ പോകുന്ന പോലെ ഒരു സാധാരണ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു സൈഡിലിരിക്കുന്നു, അപ്പുറത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പലപ്പോഴും അങ്ങോട്ട് ചോദിച്ചാലേ അറിയുള്ളൂ ഇത് മുഖ്യമന്ത്രിയാണോ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് നടത്താൻ അങ്ങനെയായിരുന്നു. അതെ, ഉറപ്പായിട്ടും സാധാരണ മനുഷ്യനെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് പലരുടെയും മനസ്സിലായി അദ്ദേഹം ദൈവമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം പുതുപ്പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മരണത്തിലെ വിലാപയാത്രയിൽ തന്നെ നമ്മൾ കണ്ടു ഒരാളെ എങ്ങനെയാണ് ജനങ്ങൾ നെഞ്ചേറ്റിയതെന്നുള്ളത്. അതിന് മുന്നേ ഏതൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തി അദ്ദേഹത്തിനെ തകർക്കാൻ ശ്രമിച്ചു. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോഴും നിന്നിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറ്റവിമുക്തനാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ
കൈകൾ ശുദ്ധമാണെന്നുള്ളത് കാണിക്കാൻ പറ്റില്ല. പലർക്കും അത് അദ്ദേഹത്തിന്റെ കുഴപ്പമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് കുറ്റപ്പെടുത്തിയവർക്ക് ഒന്ന് പോയി മാപ്പ് പറയാനായിട്ട് ആ മനുഷ്യന് ഇട കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം മാപ്പ് കൊടുത്ത പല ആൾക്കാരുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ചില SFI നേതാക്കന്മാർ കല്ലെടുത്തെറിയുകയും അദ്ദേഹം വന്ന് ഇന്നോവ ക്രിസ്റ്റയിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തകർത്തുകൊണ്ട്, ഗ്ലാസ് തകർത്തുകൊണ്ട് ആ കല്ല് അദ്ദേഹത്തിന് നെറ്റിൽ തട്ടും ചോര വരുന്ന കണ്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കേസ് എടുത്തായിരുന്നു. അപ്പം അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അവർക്കെതിരെ കേസെടുക്കണ്ട, കുട്ടികളാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്, അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല, നാളെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കേണ്ട കുട്ടികളാണ്, അവർക്കെതിരെ കേസെടുക്കരുത്, പഠിക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെയും രക്തത്തിളപ്പിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞൊരു കേരളത്തിൻ്റെ ഒരു നേതാവായിരുന്നു. ഇത് പറയുമ്പം ഞാൻ പോലും അറിയാണ്ട് ചില നേരത്തെ ഇമോഷണൽ ആവാറില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു നേതാവായിരുന്നു കേരളത്തിന് നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാല്യൂ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ പോലെ അദ്ദേഹം മരിക്കുമ്പോൾ CBIയുടെ ഭാഗത്ത് നിന്ന് ക്ലീൻ ചീറ്റ് കിട്ടി. കാരണം ഈ പറഞ്ഞ പോലെ സരിതയുമായി ബന്ധപ്പെട്ട കേസിലും പല കേസിലും അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് CBI ക്ലീൻ ചീറ്റ് കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ക്ലീൻ ചീറ്റ് അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷെ അന്ന് കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ CBIയുടെ ഭാഗത്ത് നിന്ന് ക്ലീൻ ചീറ്റ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തോടെ ഒരിക്കലും പിണറായി വിജയനെ താരതമ്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് ആരെയും കൊണ്ടും പറ്റുന്ന ഒന്നല്ല.